പുറത്തുള്ള അത്തച്ചമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ മുളന്തുരുത്തിയിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ മുളന്തുരുത്തിയിൽ 3 മണിക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്ന് നേരെ തന്നെ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ആര്യയ്ക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾ ഇവിടെ കയറി പെടുന്നത്. പിന്നെ അവളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നിൽക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഇടിച്ച് കയറി. ഇവിടെ വന്നിട്ട് 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ മുളന്തുരുത്തിയിലേക്ക് ടാബ്ലോ ഒക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം പോസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ മുളന്തുരുത്തിയിൽ ഇങ്ങനെ ടാബ്ലോയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. വെയിലാറി തുടങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടാ. അത്തച്ചമയ ഘോഷയാത്ര ഈ വിളംബര വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അച്ഛനെ വിളിക്കാൻ നോക്കാം. അച്ഛനെ വരട്ടെ. അതാരും ഏതോ നാടിന്റെ ശുചിത്വം നമ്മുടെ വേദനിപ്പിക്കാത്ത വേലകൾ ചെയ്തു. ഞങ്ങളങ്ങനെ ടാബ്ലോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയ വണ്ടി എടുക്കാനായിട്ട് കേട്ടോ. വന്ന വഴി നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ദൂരം കൂടുതലാണ്. എന്നാലും ഞങ്ങൾ ചുറ്റിക്കിറങ്ങി വന്നാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടാ.